ആരംഭിക്കലാങ്ങളാ. എറണാകുളം നിയോജകമണ്ഡലത്തിലെ പി രാജീവിനെ കുറിച്ച് അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. തോറ്റ ആ സെക്കൻഡ് വെച്ച് ഞാൻ സ്ഥലം വിട്ടോ. എന്നെ അന്വേഷിച്ച് സമയം കളയാണ്ട് നീ മുങ്ങിക്കോ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ടേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ വീണ്ടും പത്രക്കാർ ചോദിച്ചു ഈ കളമശ്ശേരിയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചു. ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻസ്. തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാൻ. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായി എങ്കിലൊന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രി ബിന്ദുവാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് പെൻഡുലം ആടിയതല്ലാതെ ഒരു വിദ്യാഭ്യാസ വകുപ്പിലും ഒന്നും നടന്നില്ല. സാർ, കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് പോരുമ്പോൾ ഒരു യാത്രക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങളെ കണ്ടുപരിചയമുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരികയാണ്. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്, ഞാനൊരു ജോത്സ്യരാന്ന് പറഞ്ഞു. ലക്ഷണമെന്ന് പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്നെ 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. അദ്ദേഹം ഏത് പോസ്റ്റിലിരുന്നാലും 10 വർഷക്കാലത്തിലധികം ഇരിക്കും. അതായത് പേരെന്താന്ന് പറഞ്ഞേ? 17 വർഷം ഇരുന്നു, മുഖ്യമന്ത്രിയായി 10 വർഷം ഇരുന്നു. ഇനി പ്രതിപക്ഷ നേതാവായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. ബാലഗോപാൽ അത് കണ്ട് ആഗ്രഹിക്കും 10 വർഷക്കാലം അദ്ദേഹം ഇരിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.